അടിപൊളി സാധനം കേട്ടോ. നമസ്കാരം, സൊഫൈൻ കനൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മള് കിറ്റന്റെ ലക്കി ഡ്രോ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വിജയിക്ക് നമ്മൾ നറുക്കെടുപ്പൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതുണ്ട്. പിന്നത്തെ വിശേഷങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു ഇൻഫർമേഷൻ, കുറെ പേര് എനിക്ക് കോള് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന് മുമ്പ് ഒരു ഇൻഫർമേഷൻ ഉണ്ട്, അത് വീഡിയോയിൽ തുടർന്ന് കാണാം കേട്ടോ. അപ്പോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിൽ നമ്മൾ കിറ്റൻ ലക്കി ഡ്രോ വിജയിനെ നമ്മൾ അനൗൺസ് ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോയിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, നമ്മൾ വീഡിയോ എടുക്കണ്ടായിരുന്നു, ലൈവ് ഉണ്ടായിരുന്നു, പിന്നെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോയിൽ കണ്ടില്ലേ. അപ്പോ നമുക്ക് കിട്ടിയിരിക്കുന്നത് തിരുവനന്തപുരം ഭാഗത്തേക്കാണ് കേട്ടോ. തിരുവനന്തപുരം കൊല്ലാ ഭാഗത്തേക്കാണ് നമുക്ക് ലക്കി ഡ്രോ വിജയ് വന്നിട്ടുള്ളത്. അപ്പൊ വിജയ്ക്ക് നമുക്ക് പപ്പി നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൾക്ക് ഇങ്ങോട്ട് ട്രാൻസ്പോർട്ടിങ്ങിന് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുള്ള കാരണം കൊണ്ട് നമ്മൾ ഇവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ട് ആളുടെ വീട്ടിൽ പോയിട്ട് ആളുടെ വീട്ടിൽ നിന്ന് ഒരു വീഡിയോ എടുത്ത് അയച്ചു തരാനൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പല ആൾക്കാരും അങ്ങനെ കുറെ പേര് വിളിക്കുന്നുണ്ട്. എൻ്റെ വീട്ടിലൊരു ഡോഗ് ഉണ്ട്. അപ്പൊ ഡോഗ് ഉള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡോഗിനെ വളർത്തുന്ന ആൾക്കാർ ഡോഗിനെ മെയ്റ്റ് ചെയ്യിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത് വിളിക്കുന്നത്. ഡോഗിനെ ഒരു പ്രാവശ്യം മെയ്റ്റ് ചെയ്യിക്കേണ്ട കാര്യം നിർബന്ധമില്ല. ഒരു വട്ടം ഡോഗിനെ മെയ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് മെയ്റ്റ് ചെയ്യിക്കണം. അത് മെയ്റ്റിംഗ് ടെൻഡൻസി ഇപ്പോൾ നോർമൽ ഒരു പ്രായമാകുമ്പോൾ വരും, പിന്നെ അത് തന്നെ ഇല്ലാണ്ടായിക്കോളും. നമ്മൾ അത് മെയ്റ്റിംഗ് ടെൻഡൻസിയുടെ സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഡോഗിനെ വെച്ചിട്ട് ഒരു വട്ടമൊക്കെ മെയ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവനെ ഇടയ്ക്കിടയ്ക്ക് അത് ചെയ്യണമെന്ന് തോന്നും. അപ്പൊ അതുകൊണ്ട് നമുക്ക് മെയ്റ്റിംഗ് ടെൻഡൻസി ഉള്ള ഡോഗ്സിനെയൊക്കെ നിങ്ങളുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലുണ്ടാവും. എല്ലാ ഡോഗ്സിനും മെയ്റ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും. അപ്പം മെയ്റ്റ് ചെയ്യുന്നത് നിർബന്ധമില്ല. ഫീമെയിലിനെ ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകുമ്പോൾ ഫീമെയിലിനെ ബ്രീഡ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ചെറിയ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഡോക്ടർമാർ പറയും ഫീമെയിലിനെ വളർത്തുന്ന ആൾക്കാരുടെ അടുത്ത് പറയും ഒരു വട്ടെങ്കിലും ബ്രീഡ് ചെയ്യണം എന്നൊക്കെ പറയും. അപ്പൊ അതിന്റെ പൂർണ്ണത കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്ക് ഡോഗിനെ വളർത്തുന്ന ആൾക്കാർക്ക് അത് നിർബന്ധമില്ല കേട്ടോ. ഒരു വട്ടം ചെയ്താൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഫീമെയിലിന്റെ അടുത്തേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ ഫീമെയിലിനെ സ്വന്തമായിട്ട് മേടിക്കേണ്ടി വരും. സ്വന്തമായിട്ട് വീട്ടില് ഡോഗിനെ വേണ്ടിയിട്ട് ഒരെണ്ണം മേടിക്കുക വെച്ചാൽ കുഴപ്പമില്ല, ഒരു ഫീമെയിലിനെ മേടിച്ചിട്ട് വെച്ചാൽ കുഴപ്പമില്ല. ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെയ്റ്റിംഗ് ടെൻഡൻസി കുറച്ച് ദിവസം ഉണ്ടാവും, അത് കഴിഞ്ഞാൽ തന്നെ അത് മറന്നു പൊക്കോളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് ചെറിയൊരു ഇൻഫർമേഷൻ ഒന്നാണ്, വീഡിയോ തുടർന്ന് കാണാം കേട്ടോ. ഇത് ബോർഡിങ് വന്നിട്ടുള്ളതാണ് കേട്ടോ. 2 ലാബ് അമ്മയും മോളാണ്. അവർ കാനഡയിലേക്ക് പോയിക്കുന്നു. കാനഡയിൽ ടൊറന്റോയിലേക്ക് പോയപ്പോൾ നമ്മളെ ഏൽപ്പിച്ചിട്ട് പോയിക്കുന്നു കേട്ടോ. ഒരു 4 മാസം 6 മാസം നമ്മളവിടെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അമ്മയും മോളും, ഏരോണും ലാബി. അമ്മയുടെ പേര് ലാബി, മോളുടെ പേര് ഏരോ. അടിപൊളി ലാബ് ഫീമെയിൽസ് ആണ്. നമ്മളവിടെ കുറച്ച് നാളുണ്ടാവും. ഡോറിന് കിടന്നുറങ്ങണ്ടല്ലോ. ഇതൊരു നാടൻ ബോർഡിങ് വന്നാണ്. ഒറ്റപ്പാലം ഭാഗത്തുനിന്ന് ബോർഡിങ് വന്നിട്ടുള്ളതാണ്. ഫുൾ മസ്റ്റിസുകള് ഇത് നമുക്ക് കൊടുക്കാനുള്ള കേട്ടോ. ഇതിന് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഭംഗി തോന്നില്ല. നമുക്ക് ഇവനെ പുറത്തേക്ക് ഇറക്കിയിട്ട് കാണിക്കാം കേട്ടോ. അപ്പം എന്തായാലും 5 മാസം പ്രായമായിട്ടുള്ള ബുൾ മാസ്റ്റിഫ് മെയിൽ പപ്പിയാണ് കൊടുക്കാനുള്ളതാണ്. ലാറ ഇരിക്കണ്ടല്ലോ. ലാറ സുഖമായിട്ട് കിടക്കുക. ലാറ മഴയൊക്കെ ഉണ്ട്. മഴയൊക്കെ അപ്പോൾ വെള്ളം കുറച്ച് ദിവസമൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ ബീഗിള് ഫീമെയിലാണ് കേട്ടോ. ബീഗിൾ പപ്പീസ് ഉണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോയിൽ കാണാം കേട്ടോ. ഹസ്കി ഡുർണി ഉണ്ട്. ഡുർണി ഇത് ഗോൾഡനും കിയാനും ഹസ്കീനെ നമ്മൾ ബ്രീഡ് ചെയ്തിട്ടേക്കുക. അതാണ് ചെറിയ കുട്ടിയിട്ടാണ്. റാംബോട്ടാ. റാംബൊക്കെ ക്ഷീണമായിട്ടിരിക്കുന്നു. ഇത് ലാബ് ലക്കിയിട്ടാണ്. നമ്മുടെ അവിടെ ബോർഡിങ്ങാ. ഇടയ്ക്കിടയ്ക്ക് ബോർഡിങ് വരുന്നതാണ്. ഹസ്കി ജർമ്മൻ ലാറ ഹീറ്റാണ് കേട്ടോ. അങ്ങനെ ഓടി കിടക്കുന്നുണ്ടോ. ഈ ഹസ്കി സെമി അഡൽട്ട് കൊടുക്കാനുള്ള കണ്ടോ. ഇനി നമുക്ക് നേരെ പപ്പീസിന്റെ അടുത്തേക്ക് പോകാം. പപ്പീസിനാണ് നമുക്ക് ഫുഡൊക്കെ തയ്യാറായിരിക്കുന്നത്. അതല്ല ബീഗിൾ പപ്പീസ് കേട്ടോ. നേരത്തെ കാണിച്ചില്ല, അതിന്റെ അതേ ബ്ലഡ്. ഇത് ഫീമെയിൽ പപ്പീസാണ് കേട്ടോ. സർട്ടിഫിക്കറ്റുള്ള പപ്പീസാണ്. നമ്മുടെ കയ്യിൽ മെയിൽ പപ്പീസും ഉണ്ട്. ഫീമെയിലിന് 18, മെയിലിന് 20 കേട്ടോ. ഇത് നമ്മുടെ പൂഡിൽ പപ്പീറ്റാ. പൂഡിൽ ഫീമെയിൽ പപ്പി വിത്ത് സർട്ടിഫിക്കറ്റ്, മൈക്രോചിപ്പ് അടക്കം നമുക്ക്
55 രൂപയാണ് കൊടുത്തോണ്ടിരിക്കുന്നേക്കാം. 2 മാസം ഫസ്റ്റ് വാക്സിൻ സെക്കൻഡ് വാക്സിൻ കഴിഞ്ഞിട്ട് ഇത് ഷിറ്റ്സു വിത്തൗട്ട് പേപ്പർ 15 വിത്ത് പേപ്പർ 18 അങ്ങനെ കൊടുക്കണം. ഹസ്കി 25 വിത്ത് സർട്ടിഫിക്കറ്റ്. ഇത് ബ്ലൂ വൈസ് ഫീമെയിൽ പപ്പിയാണ് കേട്ടോ, അടിപൊളി പപ്പിയാണ് കേട്ടോ. സൂപ്പർ പപ്പികളാട്ടോ എല്ലാം. ഇത് നമ്മുടെ പൂടിൽ മെയിലിട്ടാ. നിങ്ങളുടെ കയ്യിൽ പൂടിൽ ഫീമെയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ബ്രീഡ് ചെയ്യണമെങ്കിൽ അങ്ങോട്ട് കൊണ്ടുവന്നാൽ മതിട്ടാ. ഇത് നമ്മുടെ കണ്ട ആപ്രിക്കോട്ട് കളറിനൊക്കെ ഈ കളറോട് മേറ്റ് ചെയ്ത പല ടൈപ്പ് കളറിലെ കുട്ടികളുണ്ടാവും. ഈ കളറും കോമ്പിനേഷൻ വരുമ്പോൾ പല കളറും ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ കളറിൽ പറഞ്ഞത് കേട്ടോ. ഇത് നമ്മുടെ പൂച്ച ബോർഡിങ് വന്നിട്ടുള്ളത് കേട്ടോ. ഹസ്കി ബ്ലൂ വൈസ് ആണ് കേട്ടോ. നല്ല സൂപ്പർ പപ്പി, എനർജറ്റിക് ഉള്ള പപ്പി. അടിപൊളി പപ്പി. നമുക്ക് പിന്നെ തുറന്നു വിട്ടാലോ? വാടാ ഡായല്ല ഡി ആണ്, സോറി. നമ്മളെ കൂടിൽ കൂട്ടാൻ കടിക്കുമെന്ന് അറിയില്ല, അവൻ കടിക്കാൻ വഴിയില്ല. അടിപൊളി പപ്പീസാണ്. കൂടിൽ ഇത്ര വരല്ലോ. ചിലവർക്ക് ഡോഗ് അലർജി ഉണ്ടാവും. ഡോഗിനൊക്കെ അലർജി ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് രോമം കൊഴിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ കൂടിലിനെ ആൾക്കാർ വളർത്തുന്നത് കേട്ടോ. നല്ലൊരു ബ്രീഡാണ് കൂടിൽ. അതുപോലെ ഷിറ്റ്സും കുഴപ്പമില്ല. വീടിൻ്റെ ഉള്ളിൽ വളർത്തണം. ഇതൊക്കെ ചെറിയ മിനി ബ്രീഡുകളായിട്ടല്ല. ഞാൻ അവനെ കയറ്റിയിടാം നമുക്ക്. അടിക്കറ. നമുക്ക് നേരെ പുറത്തേക്ക് പോവാം. ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് അത്യാവശ്യം ഡോഗിന് മാത്രം വലിയ ടാസ്ക് ഒന്നും വെച്ചാൽ ഒരു പണിയുണ്ട്. എന്നാലും നമ്മളിവിടെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് പോകാനോണ്ട് കുഴപ്പമില്ല. ഇവിടെ ഫുൾ ടൈം ആളുള്ളതുകൊണ്ട് അങ്ങനെ നമ്മളിവിടെ നീറ്റ് ആൻഡ് ക്ലീനും കാര്യങ്ങളൊക്കെയാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ടിഫിൻ്റെ മെയിൽ പപ്പീറ്റാ 5 month ആയിട്ടാ. ചെവി മടങ്ങി കിടക്കണ്. അടിപൊളി സാധനം കേട്ടോ. നമുക്ക് ബുൾ മാസ്റ്റിഫ് മെയിൽ മേടിക്കുന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് നോക്കിയാൽ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്ത ചടവ് നല്ല സൈസുള്ള കേട്ടോ. 5 മാസം ആവാറായി. നമ്മുടെ പൂടിയിൽ മെയിലിന് നമ്മൾ പുറത്തേക്ക് ഇറക്കിയത് കേട്ടോ. ഗ്രൂം ചെയ്ത് കൊണ്ടുവന്നിട്ട് പുറത്തേക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പുറത്തേക്ക് ഇറക്കിയതാണ് കേട്ടോ. കണ്ടാ ഗ്രൂം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടിയൊക്കെ ഹെയറൊക്കെ ഇത്തിരി വലുതാക്കി ഇങ്ങനെ നിൽക്കും കുറച്ച് ദിവസം. ഇത്തിരി കൂടി വലിപ്പം തോന്നും. ആള് പാവണം. ഓക്കെ ബൈ. അന്തർമെടാലും അടിപൊളി പൂടിൽ പപ്പിച്ചൽ കണ്ട. അത് പൂടിൽ പപ്പിച്ചൽ. നമ്മൾ നേരെ കടയിൽ പോയിട്ട് കിറ്റൻ ലക്കി ഡ്രോക്കിയുള്ള പരിപാടി ലൈവ് നടക്കണം കേട്ടോ. ലൈവ് ഇപ്പോൾ ലൈവിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ക്യാമറ അങ്ങോട്ട് പിടിച്ചേ. ഇപ്പം നമ്മൾ വീഡിയോ പിടിക്കണ്ട. കട്ട് ചെയ്തോ ഇങ്ങോട്ട് തിരിച്ചു പിടിക്കറ. മൊബൈൽ കാണാനാ അങ്ങോട്ട് തിരിക്കാനാ. ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ആൾക്കാരൊക്കെ ലൈവിൽ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളത് 55 ടോക്കൺ എടുത്തിട്ടുണ്ട് കണ്ട. 55 നമ്പർ അല്ല 45 നമ്പറല്ലോ. കണ്ണടച്ചിട്ട് ഒരെണ്ണം എടുത്ത 3 വട്ടം മുകളിലേക്ക് ആക്ക്. ജില്ലോണ്ട് എടുക്കണം കേട്ടോ. ലക്കി ഡ്രോൻ്റെ ആളെ എടുക്കുന്നുണ്ട്. 1 നന്നായിട്ട് കുലുക്കിക്ക് ഒന്നുകൂടി. 2 മൂന്നാമത്തേല് ഇതിൽ അക്ഷയും പങ്കെടുക്കുന്നുണ്ട്. ഇല്ലേ അക്ഷയ് ടോക്കൺ ഇട്ടിട്ടില്ലേ? ലക്കി ഡ്രോ അക്ഷയ് ഉണ്ട്. ടെൻഷനായിട്ട് നിൽക്കണം അക്ഷയ്ക്ക്. എത്രയാ നമ്പർ? 23 ഉണ്ടാ. 23 കേട്ടോ. 23 ആരാ നോക്കണം. ഈ ഫോണിലുണ്ട്. അപ്പോൾ 23 നമ്പറിന് കേട്ടോ. ആ പൂച്ചക്കുട്ടീനെ എടുത്തിട്ട് വന്ന ജില്ലു. ഒരു പൂച്ചക്കുട്ടീനെ എടുത്തിട്ട് വന്ന പൂച്ചക്കുട്ടീനെ കുടിക്കണ്ടോന്ന് കാണാം. കിട്ടിയിട്ടുള്ളത് 23 നമ്പർ കേട്ടോ. ടോക്കൺ നമ്പർ 23. അഭിഷേക് എന്ന് പേര്. സ്ഥലം എവിടെയാണെന്നൊന്നും നോക്കിയിട്ടില്ല നമ്മൾ. അപ്പോൾ ആളെ അടുത്ത വീഡിയോയിൽ ആൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് കാണിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നറുക്കെടുപ്പിക്കാണ് കാണിച്ചതാണ് കേട്ടോ. അതെ
23 കണ്ടാ. നമ്മുടെ മുമ്പത്തെ ലക്കി ഡ്രോയിൽ നമ്മൾ 10 കണ്ട 1023 നമ്പർ എഴുതിയിട്ടുണ്ടായിരുന്ന അത്രയൊക്കെ ഉണ്ടായിരുന്ന നമ്മൾ ഡോഗിനെ കൊടുക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഇതേ നമ്മുടെ കടയിൽ കാണിക്കുന്ന ഫുഡ്, മരുന്നുകൾ, സാധനങ്ങളൊക്കെ ഉണ്ട്. കൂടുകൾ എല്ലാം ഉണ്ട് കേട്ടോ. വളർക്കാവ് ഗാനം തിയേറ്ററിൻ്റെ അവിടെയാണ് നമ്മുടെ കട, തൃശ്ശൂർ. ഇനി നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഷിറ്റ്സു മെയിൽ പപ്പീനെ കൊണ്ടുണ്ട് കേട്ടോ. എവിടെ സ്ഥലം? മലപ്പുറം അല്ലേ? മലപ്പുറത്തേക്കാണ് പോകണം കേട്ടോ. പേര് സുനീഷ് അല്ലേ? എന്താ ചെയ്യുന്നേ? പുറത്താണ്. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാറില്ലേ? അടിപൊളിയല്ലേ? ഇത് സിസ്റ്റർ അല്ലേ? വൈഫിന്റെ പേര് രേഷ്മ. എന്തെങ്കിലും ചെയ്യണ്ട? ഇല്ല, നിർത്തി. ശ്രീഷ്മ എന്താ ചെയ്യണേ? വർക്ക് ചെയ്യാണ്. എവിടെ? കാലിക്കറ്റില്. ഇത് മോള്. മോളുടെ പേരെന്തിട്ടാ? എന്താ എത്രയല്ല പഠിക്കണേ? LKG. ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറഞ്ഞോളൂട്ടാ പട്ടിക്കുട്ടീനെ മേടിച്ച്. പറയില്ലേ? ഇങ്ങോട്ട് നോക്കിയേ. ഒരു ബായ് പറഞ്ഞേ. ഓക്കെ, ശരി ചേട്ടാ. ഓക്കെ, താങ്ക് യു. നമ്മളിപ്പോ ലക്കി ഡ്രോ കഴിഞ്ഞിട്ട് നേരെ ഫാമിലിക്ക് എത്തി. ഇനി ഫാമിലത്തെ കുറച്ച് വിശേഷങ്ങൾ, കുറെ വേറെ അമേരിക്കൻ പുള്ളി മെയിലൊക്കെ ഉണ്ട്, പുതിയത് വന്നിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ കാണിക്കാട്ടോ. അപ്പൊ അതെ വീഡിയോ തുടർന്ന് കാണാം. നമ്മുടെ പുതിയ മെയിൽ കേട്ടോ, കാസ്ട്രോ. നമ്മൾ ഇവിടെ ബ്രീഡ് ചെയ്തിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള തന്നെയാണ് കേട്ടോ. ഇപ്പൊ നമ്മുടെ ഇവിടേക്ക് തിരിച്ചു വന്നേക്കാണ്. ഇനിയിപ്പോ ഇവിടെ കുറച്ച് കാലം ഉണ്ടാവും. എടാ ഇതാവില്ല, കാസ്ട്രോ എന്നാ പേര് കേട്ടാ. വേറെ സൂത്രം കാണിച്ചു തരാം കേട്ടാ. അങ്ങോട്ട് വരണ. ഇവിടെ നമുക്ക് ഒരു പണിയുണ്ട്. ഇങ്ങോട്ട് വാ. ഡിസ്കു ഇങ്ങോട്ട് വാടാ കുട്ടാ. തെങ്ങമ്മ കയറ്റാം നമുക്ക്. വാടാ തെങ്ങമ്മ വരണണ്ടാ. നാളെ ഇടാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല ചേട്ടാ. അവിടെ നിന്ന് ഞാൻ അവൻ്റെ ലീഷ് ഒന്ന് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ അവൻ ആകർഷണം പിടിക്കുന്നതാണ്. വാ പിടിച്ച കച്ച്. പിടിക്കണ്ട കേട്ടാ. അപ്പോൾ അതിറങ്ങി. അവൻ്റെ ലീഷണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ടവൻ കണ്ടോ അവിടെ മര കയറിയിട്ട് ആള്. നമ്മൾ ഇവരൊക്കെ ഓരോന്ന് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താലാണ് ഒരു ശരിക്കും പഠിക്കുക. കുറച്ച് പണിയൊക്കെ എടുത്ത് ഇനി ഒന്നുകൂടി സെറ്റപ്പ് ആക്കാണ്ട്. അവിടെ നടക്കട്ടെ. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കേണ്ട. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ലക്കി ഡ്രോ നടക്കേണ്ടതൊക്കെ കാണിച്ചു. നമ്മുടെ കിട്ടൺ ലക്കി ഡ്രോ സംഭവം കുറച്ച് ആൾക്കാരുള്ളതെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് നറുക്കെടുപ്പിൽ ലഭിച്ചിട്ടുള്ള തിരുവനന്തപുരത്തുള്ള അക്ഷയ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കുട്ടിക്ക് എന്നിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആളെ നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആള് തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് എത്തും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ആളെ എത്താണെങ്കിൽ അത് കൊടുക്കേണ്ടതൊക്കെ കാണിക്കിട്ടും. അപ്പോൾ ലക്കി ഡ്രോയിലൊക്കെ പങ്കെടുത്ത എല്ലാവരോടും നന്ദി പറയുന്നു. പിന്നെ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. നമ്മുടെ 1 lakh ആവാറായിട്ട് 1 lakh ആയി കഴിഞ്ഞാൽ നമ്മൾ ഹസ്കീനെയും ഷിറ്റ്സൂനെയും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത ആഴ്ച കാണാം. ഗുഡ് ബൈ.